പീറ്റർ, എന്താടാ? ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കോള് വന്ന് വീണപ്പോൾ. എന്ത് കോള്? മലങ്കോള് വല്ല വന്നോ? കൊട്ടേഷനാ, കുറച്ച് പൈസ കിട്ടുന്ന ഒരു കേസാ. ആളെൻ്റെ കൂടെ വന്നിട്ടുണ്ട്. വല്ല പെടുന്ന കേസ് വല്ല വന്നോടാ? അതവനോന്റെ ജാതം പോലെ ഇരിക്കും. എന്തായാലും വിളിക്കാവനെ, നോക്കട്ടെ. യോയ്, കേറി വാ. യവനാ പീറ്റർ, എന്താന്ന് വെച്ചാ പറഞ്ഞോ. പീറ്ററെ, കൊട്ടേഷനാണ്. ഒരാളെ കൊല്ലണം. നിന്റെ റേറ്റ് എത്ര? ചെറുപ്പമാണെങ്കിൽ 5 ലക്ഷം. പ്രായമുള്ളവരാകുമ്പം അത് ഇച്ചിരി കുറയും. പയ്യന വെടിവെച്ച് കൊല്ലണോ വെട്ടിക്കൊല്ലണോ? രണ്ടിന് 2 റേറ്റാ. വടിവാളും തോക്കുമൊന്നും ഈ കേസിൽ നിങ്ങൾക്ക് ആവശ്യം വരത്തില്ല. വളരെ നിസ്സാരമായിട്ട് അവനെ കൊന്നുകളയാം. അഡ്വാൻസ്, ബാക്കി തുക കൃത്യം നിർവഹിച്ചതിന് ശേഷം. പീറ്റർ, ലൊക്കേഷൻ ഞാൻ മൊബൈലിൽ അയച്ചു തരും. വേഗം പറ, കേസോ പ്രശ്നമാവുന്നതിന് മുമ്പ് തീർത്തിട്ട് പോകാനുള്ളതാ. പറ, ആരാള്? കേസിനോ പ്രശ്നങ്ങൾക്കൊന്നും വരാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. കേസും വഴക്കൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ ആളെ ചൂണ്ടിക്കാണിച്ചതാ. ബാ. കയ്യിലുള്ള ആയുധങ്ങൾ മൊത്തം ഈ ടേബിളിന്റെ പുറത്ത് വെക്ക്. അതെന്ത്? കയ്യിലുള്ള ആയുധങ്ങൾ എടുക്കാൻ ഇവിടെ വെക്കണം. ഉടായിപ്പ് പരിപാടി കാണിക്കരുത് പന്നി. വാ, കഴുത്ത് ഞെരിച്ച് കൊന്നാ മതി. ആ റൂമിലുണ്ട് കൊല്ലേണ്ട ആൾ. ചെല്ലേ. തനിക്ക് കണ്ണി ചോരയില്ലോടും. ആ ജീവച്ചമായിട്ട് കിടക്കുന്ന കുഞ്ഞിനെയാണോ കൊല്ലേണ്ടത്? നിനക്ക് എന്തോ ഇവനെ കൊന്നിട്ട് എന്തോ സ്വത്ത് കെട്ടിയെടുക്കാനാണോടാ? എൻ്റെ മകനാ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന സ്വത്തിനൊക്കെ അവകാശിയും അവനാ. അവൻ്റെ പ്രസവത്തോടു കൂടി അവൾ പോയതാ. 6-7 വർഷമായി ജീവശരം പോലെ മാരാരോഗം പിടിച്ച് വേദന നിന്നെൻ്റെ മോൻ ആ റൂമിൽ കിടക്കുന്നു. ഡോക്ടർമാർക്കൊന്നും ഇനി ഒരു ചികിത്സയില്ല. ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മൾ കൂടെ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. മാറാരോഗം പിടിപെട്ട് രോഗശയ്യയിൽ വേദന സഹിച്ച് കിടക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും
അവർക്ക് നിറകണ്ണുകളോടെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയും. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ കയ്യും കാലും മറക്കുക. എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല, ആ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. സാറിൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച പൈസ എൻ്റെ കയ്യിലുണ്ട്, അതിൽ കുറച്ചൊക്കെ ചിലവായിപ്പോയി, ഞാൻ തിരിച്ചു തരാം. വാ, പറ്റത്തില്ല സാറേ. സാറ് ഒരു നിമിഷം, ഹരീഷ് റാണയുടെ സംഭവം സാറ് വായിച്ചില്ലേ? ഇന്ത്യയിൽ സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. സാറ് നിയമം വഴിയൊന്ന് ശ്രമിച്ചു നോക്ക്.